Hello friends, പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ റൈസ്. ട്രൂലി വയർലെസ് ഹെഡ്ഫോണുകളുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഹെഡ്ഫോൺ ആണ് ആപ്പിൾ എയർപോഡ്. ആപ്പിൾ എയർപോഡിന്റെ ഇന്നത്തെ ഫ്ലിപ്കാർട്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് 18,000 രൂപയാണ്. സാധാരണക്കാരന് വാങ്ങാൻ കഴിയുന്നതും ആപ്പിൾ എയർപോഡിനോട് കടപിടിക്കുന്നതുമായുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. റിയൽമിയുടെ ബഡ്സ് എയർ എന്ന് പറയുന്ന ഒരു ട്രൂലി വയർലെസ് ഹെഡ്ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമുക്കപ്പോൾ റിയൽമിയുടെ ബഡ്സ് എയറിന്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ബോക്സിലാണ്. ഇപ്പൊ റിയൽമിയുടെ തന്നെ ഒരു യെല്ലോ ബോക്സിലാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. ഇത് നമ്മളൊരു പക്ക എയർപോഡിന്റെ ഒരു ലുക്കിൽ തന്നെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ജസ്റ്റ് വൈറ്റ് കളറാണ് ഇപ്പൊ നമ്മളെ അടുത്ത് ഉള്ളത്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതാണ് ഇപ്പൊ നമ്മളെ ചാർജിങ് കേസ് വരുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ എയർപോഡ് വരുന്നത്, നമ്മളെ ബഡ്സ് എയർ വരുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ ബഡ്സ് എയർ വരുന്നത്. ഇവിടെ ചെറിയ ബട്ടണും ചാർജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ബോക്സിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി USB കേബിൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ അവൈലബിൾ ആണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്രീൻ ഇൻഡിക്കേറ്റർ കാണിച്ചിട്ടുണ്ട്. ഗ്രീന്, യെല്ലോ, റെഡ് 3 കളറും കാണിക്കുന്നുണ്ട്. അത് ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് ചാർജിങ്ങിന്റെ കപ്പാസിറ്റിനെയാണ്. അത് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതാണ് നമ്മളെ ബഡ്സ് എയർ വരുന്നത്. നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മളുടെ ലെഫ്റ്റും റൈറ്റിലുള്ള എയർബഡ്സ് ഇതാണ് വരുന്നത്. പക്ക നമ്മൾ എയർപോഡിനോട് സാദൃശ്യമുള്ള എയർപോഡ് തന്നെ എന്ന് പറയാം. നമ്മൾ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്തൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നമ്മൾ ഈ ബഡ്സ് എയറിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 42.3 ഗ്രാം ആണ് വരുന്നത്. അതായത് നമ്മൾ ടോട്ടൽ നമ്മളെ എയർബഡ്സും എല്ലാം കൂട്ടിയിട്ട് വരുന്നത് 42.3 ഗ്രാം ആണ്. പോക്കറ്റിലൊക്കെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കയ്യിൽ വെക്കാനും അതുപോലെ തന്നെ പോക്കറ്റിൽ കറക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കാനും സാധിക്കും. പിന്നെ നമ്മളെ എയർബഡ്സിന്റെ വരുന്നത് 4.2 ഗ്രാം ആണ്. അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ചെവിയിലുള്ളത് നമ്മൾ അറിയ പോലും ഇല്ല. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ അത് കൊഴിഞ്ഞു പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും വരുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും വളരെ സുഖമായിട്ട് തന്നെ നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന സമയത്താണെങ്കിലും ബൈക്കിൽ പോവുകയാണെങ്കിലും ഒന്നും ഇത് കൊഴിഞ്ഞു പോകുന്നുള്ള പേടിയില്ല. പക്ഷെ ചിലരുടെയൊക്കെ ചെവിയിൽ നിന്ന് വീണ് പോകുന്നുണ്ട് എന്നുള്ള ഇഷ്യൂ കേട്ടിട്ടുണ്ട്. അത് സെയിം ടൈം നമ്മളെ എയർപോഡ്സിന്റെ കേസിലും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് ചിലർക്ക് സ്യൂട്ട് ആയിക്കോളണമെന്നില്ല. പക്ഷെ എന്നാലും ഇത് പക്കയാണ്. ഇതിന് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ചാർജിങ് കേസിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് വരുന്നത്. ടൈപ്പ് സി പോർട്ടാണ് ഇവിടെ വരുന്നത്. ടൈപ്പ് സി ചാർജിങ് കേബിൾ നമുക്ക് ഒപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് എനേബിൾഡ് ആണ്. അതായത് നമുക്ക് വയർലെസ് ചാർജിങ് ആയിട്ടുള്ള ഡിവൈസും ജസ്റ്റ് വെച്ചാൽ തന്നെ നമുക്ക് ഇതിൽ ചാർജ് കയറും. അതുപോലെ തന്നെ ഇതിന്റെ ചാർജിങ് ബാക്കപ്പ് എന്ന് പറയുന്നത് 17 hours ആണ്. 17 മണിക്കൂറാണ് നമുക്ക് നമ്മളെ ഈ ചാർജിങ് കേസിന്റെ ചാർജിങ് ബാക്കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ എയർബഡ്സിന്റെ ചാർജിങ് ബാക്കപ്പ്, അതായത് ഈ ചോറ് എയർബഡ്സിന്റെയും ചാർജിങ് ബാക്കപ്പ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂറാണ് ചാർജിങ് ബാക്കപ്പ് വരുന്നത്. നമ്മൾ ഈ ലിഡ് ഓപ്പൺ ആക്കി ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എയർബഡ്സ് കറക്റ്റ് ആയിട്ട് തന്നെ ചാർജ് ആവും. ഈ ചാർജിങ് കേസിന്റെ ഇവിടെ നമുക്ക് ഒരു ബട്ടൺ, ഒരു ഫിസിക്കൽ ബട്ടണും അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഒരു LED ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ലിഡ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്ക് ആ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കുക. LED ഇൻഡിക്കേറ്ററിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 67% മേലിൽ നമ്മളെ ചാർജിങ് ലിഡിന് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറും, 33%നും 67%നും ഇടയിലാണെങ്കിൽ യെല്ലോ കളറും, 33%ന്റെ താഴെയാണെങ്കിൽ റെഡ് കളറുമാണ് ഈ LED ഇൻഡിക്കേറ്റർ കാണിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത് ബഡ്സ് ഈ ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി ലോ ആവുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷന് കറക്റ്റ് ആയിട്ട് തന്നെ തരും. നമുക്ക് നോട്ടിഫിക്കേഷന് ബഡ്സ് എയറിലൂടെ തരുന്നതാണ്.
റിയൽമിയുടെ ബഡ്സ് എയർ 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ്, ബ്ലാക്ക്, യെല്ലോ 3 കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ റിയൽമിയുടെ ബഡ്സ് എയറിന്റെ ഹൈലൈറ്റ്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇതുപോലത്തെ ഈ ഒരു ബഡ്ജറ്റ് പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് സീരീസിൽ വയർലെസ് ചാർജിങ് അവൈലബിൾ ആയിട്ടുള്ള ഏക പ്രൊഡക്റ്റ് റിയൽമിയുടെ ബഡ്സ് എയർ തന്നെയാണെന്ന് പറയാം. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ഫാസ്റ്റ് പെയർ ടെക്നോളജിയാണ്. അത് ഈ ജനുവരി മാസം മുതൽ നമ്മൾ അത് അവൈലബിൾ ആവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ മൊബൈൽ ഫോൺ ആയിട്ട് കണക്ട് ആവുന്നതാണ്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗെയിമിംഗ് മോഡാണ്. ലാറ്റൻസി കുറക്കാൻ വേണ്ടിയിട്ട് ഗെയിമിംഗ് മോഡ് എന്ന പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചർ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാറ്റൻസി കുറച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നമ്മളെ COD കളിക്കുന്ന സമയത്ത് നമ്മളെ ചെരിപ്പടിയുടെയൊക്കെ സൗണ്ട് കറക്റ്റായിട്ട് ലാറ്റൻസി അതായത് ലാഗ് ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗെയിമിംഗ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ സാധിക്കും. ബഡ്സ് എയറിന്റെ മറ്റൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് വിയർ ഡിറ്റക്ഷൻ ആണ്. അതായത് നമ്മൾ ഓൾറെഡി ബഡ്സ് വിയർഡ് ആണെങ്കിൽ നമ്മൾ അത് ജസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സോങ് പോസ്റ്റ് ചെയ്യുകയും നമ്മൾ പിന്നീട് തിരിച്ച് വിയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അത് റിസ്യൂം ചെയ്യുകയും ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു ടെക്നോളജിയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ബഡ്സ് എയറിന്റെ ടച്ച് ഓപ്പറേഷൻസ് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ബഡ്സ് എയറിൽ നിലവിൽ ഫിസിക്കൽ ബട്ടൺസ് ഒന്നും നൽകിയിട്ടില്ല, പകരം ടച്ച് സെൻസേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഒരു കോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കോൾ ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പോസ് ചെയ്യാനും റിസ്യൂം ചെയ്യാനും സാധിക്കും. ഇനി ഒരു കോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോൾ ഡിക്ലൈൻ ആവും. അതുപോലെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ കോൾ ഹോൾഡ് ആവുന്നതാണ്. ഇനി നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ 2 എയർബഡ്സിലും ഒരുമിച്ച് ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗെയിമിംഗ് മോഡിലേക്ക് നമുക്കത് മാറുന്നതാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എയർബഡ്സിൽ കേൾക്കാൻ സാധിക്കും. സാധാരണക്കാരന്റെ എയർപോഡ് ആയിട്ടുള്ള റിയൽമി ബഡ്സ് എയറിന്റെ വില എന്ന് പറയുന്നത് 3999 രൂപയാണ്. റിയൽമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഇത് അവൈലബിൾ ആണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. റിയൽമി ബഡ്സ് എയറിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ റിയൽമി ബഡ്സ് എയർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.